ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഹോട്ട് ഓയിൽ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അതിനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുടിക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ മതി. ഇത് പച്ചക്കർപ്പൂരമാണ്. ഇത് അങ്ങാടി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ ഈ എണ്ണയിലേക്ക് ഇത് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മതി. പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഡബിൾ ബോയിൽ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എണ്ണ ഈ ചൂട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇതുപോലെ പല അകലമുള്ളൊരു ചീപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് മുടിയിലെ കെട്ടെല്ലാം എടുക്കാം. ഇതൊരു ടെയിൽ കോമ്പാണ്. ഇതെടുത്ത് നമുക്ക് മുടി ലെയറായിട്ട് ഓരോന്ന് ഇങ്ങനെ എടുക്കാം. താരനോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരണ്ടിക്കളയാം. ഇങ്ങനെ ഓരോ ഭാഗത്തെ ലെയറായി മുടിയെടുത്ത് താരനൊന്ന് ചുരണ്ടി കൊടുക്കണം. മുടി ലെയർ എടുത്തിട്ട് ഈ കോട്ടൺ എണ്ണയിലേക്ക് മുക്കി ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കണം. ഓരോ ഭാഗത്തും ഇതുപോലെ എണ്ണ അതുപോലെ ബാക്കിലും ഇതുപോലെ തേച്ച് കൊടുക്കണം. എണ്ണയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് തുടങ്ങാം. കൈ നെറ്റിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം മെല്ലെ താഴോട്ട് കൊണ്ടുവന്ന് ചെവിയുടെ സൈഡിലൂടെ മുടിയെല്ലാം ഒന്ന് കൂട്ടിപ്പിടിക്കണം. റൗണ്ട് മസാജ് കൊടുക്കാം. ഇതുപോലെ കൈ റൗണ്ടാണ് ചെയ്യുന്നത്. അത് മുടിക്കകത്തൂടെ വേണം ചെയ്യാൻ. മെല്ലെ റൗണ്ടിങ്ങനെ ചെയ്യണം. തല മൊത്തത്തിൽ ചെയ്യണം. അടുത്തൊരു പിഞ്ച് മസാജാണ്. ഇതുപോലെ മുടിയിലകത്തേക്ക് വിരലുകൾ കയറ്റി അടുത്തത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. കൈകൾ ഇതുപോലെ ക്ലോക്ക് വൈസ് തിരിച്ച് ഇതുപോലെ എല്ലാം സാവധാനം ചെയ്യണം. അടുത്തത് ഒരു ക്രോസ് മസാജാണ്. അത് മുടിയുടെ മുകളിലൂടെയാണ് ചെയ്യുന്നത്. തള്ളവിരൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ബാക്കിലും എല്ലാം ചെയ്യണം. ഈ മസാജുകളെല്ലാം ബാക്കിലും ചെയ്യണം. അടുത്ത മസാജ് ഇതാണ്. വിരലുകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇതുപോലെ കയറ്റി ചെയ്യണം. ഇനി നമുക്കൊരു ബാക്ക് മസാജ് കൊടുക്കാം. നെറുകയിൽ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം മുടിക്കകത്തേക്ക് വിരലുകൾ കയറ്റി ഇതുപോലെ ചെയ്യണം. ചെവിയുടെ സൈഡിലും എല്ലാം ചെയ്ത് കൊടുക്കണം. അടുത്തതായി ഇതുപോലെ ഓരോ മുടിയിലെയും എടുത്ത് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. ഇനി കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു മസാജ് കൊടുക്കാം. അതിനായിട്ട് മുടി ഇതുപോലെ ചുറ്റിക്കെട്ടി വയ്ക്കാം. അതിനായി കൈകൾ നെറ്റിയിലേക്ക് വെച്ച് സൈഡിലൂടെ മെല്ലെ വന്ന് ചെവിയുടെ സൈഡിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ
ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ചെവിയുടെ സൈഡിലൂടെ താഴെ വന്ന് തള്ളവിരലുകൾ കൊണ്ട് പെടലിയുടെ സൈഡിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മസാജ് കൊടുക്കുക. അതുപോലെ പെടലിയിലെല്ലാം ഓരോ റൗണ്ട് മസാജ് കൊടുക്കുക. ഇനി നമുക്ക് തലയിൽ ആവി പിടിക്കാം. അതിനായിട്ട് നല്ലതുപോലെ ചൂടാക്കിയ വെള്ളമാണ്, അതിലേക്കൊരു ടവൽ മുക്കി പിഴിഞ്ഞ് ആവി കൊടുക്കാം. ഈ ടവൽ നമുക്ക് തലയിലേക്ക് ചുറ്റി വയ്ക്കാം. അഞ്ച് മിനിറ്റ് വരെ ഇതുപോലെ ആവി കൊടുക്കാം. അതിനൊക്കെ തന്നെ ഈ ഹോട്ട് ഓയിൽ കൊണ്ട് മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിലും മാറും, താരനും മാറും. ഹെയർ വാഷ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.